NN ഫിനാൻസ് ഇറങ്ങാം. അനീഷ് മല്ലിയോടും തുളസിയോടുമായി പറഞ്ഞു. അല്ല, ഇതെന്തായിട്ടാ ഇവിടെ? ഫിനാൻസിലേക്ക് നോക്കി തുളസി സംശയത്തോടെ ചോദിച്ചു. ഇതാണ് നാരായണൻ, അതായത് എൻ്റെ അച്ഛൻ്റെ സാമ്രാജ്യം. ഇവിടെ നിന്നാണ് അയാൾ പലരെയും വെട്ടിച്ച് പണമുണ്ടാക്കിയത്. ഇത് വെറുമൊരു ഫിനാൻസ് മാത്രമായിരുന്നു, ഒരുപാട് മനുഷ്യരുടെ ശാപം വാങ്ങിയ ഫിനാൻസ്. എന്നാൽ ഇന്ന് ഇതൊരു ബാങ്കാണ്, കൊള്ളപ്പലിശയില്ലാത്ത ബാങ്ക്. ബാങ്കുമായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട്. അനീഷ് കാറിൽ ചാരി പറഞ്ഞു. ഇവിടെ ഇങ്ങനെ നിന്നാൽ മതിയോ? നമുക്ക് അകത്തേക്ക് കയറിയാലോ? സാർ എത്തിയായിരുന്നോ? അനീഷിനെ കണ്ടതും സാബു അടുത്തേക്ക് ചെന്നു. എങ്ങനെയുണ്ട് സാബു കാര്യങ്ങളൊക്കെ? ഇപ്പോഴാ സാർ ഇതൊരു സ്ഥാപനമായത്. ആളുകൾ സമാധാനത്തോടെ വന്നു പോകുന്നുണ്ട്. എല്ലാം ഓക്കെ അല്ലേ സാബു? ആണ് സാർ, സാർ പറഞ്ഞതുപോലെ ചെയ്തിട്ടുണ്ട്. അനീഷ് അവരെയും കുട്ടി അകത്തേക്ക് കയറി. അനീഷിനെ കണ്ടതും മറ്റുള്ള സ്റ്റാഫ് എല്ലാവരും ബഹുമാനത്തോടെ എണീറ്റ് നിന്ന് വിഷ് ചെയ്തു. അവൻ അവരെയും കൊണ്ട് മാനേജർ എന്നെഴുതിയ റൂമിനകത്തേക്ക് കയറി. മല്ലി അതിനകം മൊത്തത്തിൽ ഒന്ന് കണ്ണോടിച്ചു. ക്ലാസ്സിനാൽ തീർത്തൊരു മനോഹരമായൊരു ക്യാബിനായിരുന്നു അത്. അകത്തിരുന്നാൽ പുറത്തു നിൽക്കുന്നവരെ നല്ല വ്യക്തമായി തന്നെ കാണാം. പെട്ടെന്നാണ് അവളുടെ കണ്ണുകൾ ചുമരിലെ ചിത്രത്തിലേക്ക് ഉടക്കിയത്. സേതുമ്മ. അവൾ അനീഷിൻ്റെ മുഖത്തേക്ക് നോക്കി. ഇവിടെ അമ്മ കൂടെ ഇരിക്കട്ടെ എന്ന് കരുതി. പെട്ടെന്നാണ് സാബുവും മറ്റുള്ള സ്റ്റാഫും കയ്യിൽ ബൊക്കയും കൊണ്ട് അകത്തേക്ക് വന്നത്. വെൽക്കം മാഡം. സാബു മല്ലിയുടെ നേർക്ക് ബൊക്ക നീട്ടിക്കൊണ്ട് പറഞ്ഞു. മല്ലിയൊന്നും മനസ്സിലാകാതെ അമ്പർന്ന് അനീഷിൻ്റെ മുഖത്തേക്ക് നോക്കി. ചേച്ചി ഇത് നോക്കിയേ. അമ്പർന്ന് നിൽക്കുന്ന മല്ലിയെ തുളസി തോണ്ടി കാണിച്ചു. MD ദുർഗ അനീഷ്. അത് കണ്ടവൾ അതിശയത്തോടെ അവനെ നോക്കി. സംശയിക്കേണ്ട, ഈ സീറ്റ് നിനക്ക് അധികാരപ്പെട്ടതാണ്. ഇനി മുതൽ നീ ഇവിടെയാണ് ഇരിക്കേണ്ടത്. എനിക്കിതൊന്നും അറിയില്ല. എല്ലാവരും എല്ലാം അറിഞ്ഞിട്ടല്ലോ ജോലിക്ക് കയറുന്നത്. പതിയെ പഠിച്ചെടുത്താൽ മതി. +2 കൊമേഴ്സ് എടുത്ത് ഫുൾ മാർക്ക് വാങ്ങിയവൾക്ക് പഠിച്ചെടുക്കാൻ വലിയ പ്രയാസമൊന്നും കാണില്ല. അടിപൊളിയേട്ടാ. തുളസി അനീഷിനെ സന്തോഷം കൊണ്ട് കെട്ടിപ്പിടിച്ചു. പിന്നെ നീയും ഇനി ഉഴപ്പി നടക്കാമെന്ന് കരുതണ്ട. ഇവിടെ അക്കൗണ്ട് വേക്കൻസി ഉണ്ട്. നിന്നെയും കൃഷ്ണയും അവിടേക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയ്യോ, അത് വേണ്ടായിരുന്നു ഏട്ടാ. അത് നീ പറഞ്ഞാൽ മതിയോ? ഇത് എൻ്റെ തീരുമാനമാണ്. ഇപ്പോൾ ഇനി നമുക്ക് ചടങ്ങിലേക്ക് കിടക്കാം അല്ലേ സാബു? അവൻ സാബുവിൻ്റെ നേർക്ക് തിരിഞ്ഞു. അതെ സാർ, ഇത് വാങ്ങിക്കണം മാഡം. അയാൾ വീണ്ടും ബൊക്ക മല്ലിയുടെ നേർക്ക് നീട്ടി. അവൾ മടിച്ച് അത് കൈനീട്ടി വാങ്ങിച്ചു. മാഡം, ആ സീറ്റിലേക്ക് ഇരുന്നാലും. അവൾ ഇരിക്കുന്നില്ലെന്ന് കണ്ട് അനീഷ് അവളെ പിടിച്ച് സീറ്റിലേക്ക് ഇരുത്തി. അത് കണ്ട് മറ്റ് സ്റ്റാഫുകൾ എല്ലാവരും കൈയടിച്ചു. ഓരോരുത്തരായി വന്ന് വിഷ് ചെയ്ത് അവരവരുടെ സീറ്റിലേക്ക് മടങ്ങി. ഏട്ടാ, എനിക്കിതൊന്നും അറിയില്ല. എന്തിനാ വെറുതെ എന്നെ ഈ കോലം കെട്ടിക്കുന്നേ? ഏട്ടൻ തന്നെ ഇവിടെ ഇരുന്നാൽ മതി. എനിക്കതിനുള്ള അർഹത ഒന്നുമില്ല. ഇതിനുള്ള ഏക അവകാശം നിനക്ക് മാത്രമാണ് മല്ലി. ഇവിടുന്ന് തുടങ്ങിയതല്ലേ നിന്റെ ജീവിതം. നിന്റെ ജീവിതം നശിക്കാൻ തന്നെ കാരണം ഈ സ്ഥാപനമാണ്. നിന്റെ അച്ഛൻ ഇവിടുന്നല്ലേ പണം കടം വാങ്ങിയത്. അപ്പോൾ നീ വേണം ഈ സ്ഥാപനം ഇനി എങ്ങനെ കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കേണ്ടത്. നിന്റെ മുന്നിലേക്ക് കൈനീട്ടി വരുന്ന ഏതൊരച്ഛനെയും അമ്മയും നീ ഇരു കൈനീട്ടി സ്വീകരിക്കണം. എനിക്ക് വേണമെങ്കിൽ ഇത് നോക്കി നടത്താം, പക്ഷേ എന്നേക്കാൾ ഇതിനർഹത നീ തന്നെയാണ്. പിന്നെ വെറുതെ ഓരോന്നും പറഞ്ഞ് എൻ്റെ വായിലിരിക്കുന്നത് കേൾക്കാൻ നിൽക്കണ്ട. നിനക്ക് സഹായത്തിനാണ് ഇവരെ രണ്ടുപേരെയും ഇവിടെ തന്നെ ആക്കിയത്. പിന്നെ നാളെ മുതൽ 3 പേരും ഡ്രൈവിംഗ് പഠിക്കാൻ പൊക്കോണം. എന്നും എനിക്കിങ്ങനെ കൊണ്ടുവരാനും വിളിച്ചുകൊണ്ട് പോകാനൊന്നും പറ്റത്തില്ല, കേട്ടല്ലോ? താങ്ക്സ് ഏട്ടാ. എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു ഡ്രൈവിംഗ് പഠിക്കണമെന്ന്. തുളസി സന്തോഷത്തോടെ പറഞ്ഞു. അയ്യോ, ഞാനെങ്ങുമില്ല, എനിക്ക് പേടിയാ. എൻ്റെ പൊന്നു പെണ്ണെ, നിന്നെക്കൊണ്ട് തോറ്റല്ലോ. എന്തു പറഞ്ഞാലും ആദ്യം പറയും പേടിയാ, എനിക്കറിയില്ല, എന്നെക്കൊണ്ട് പറ്റില്ല എന്നൊക്കെ. നിന്നെക്കൊണ്ട് പിന്നെ എന്താ പറ്റുന്നത്? അനീഷ് ചെറിയൊരു ചൂടോടെ പറഞ്ഞു. മല്ലി അത് കേട്ടത് മുഖം കുനിച്ചു നിന്നു. മുഖമുയർത്തടി, അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. മല്ലി പേടിയുടെ മുഖമുയർത്തി. ദേ, ഒറ്റ അടി വെച്ച് തന്നാലുണ്ടല്ലോ, എന്തു പറഞ്ഞാലും ഇങ്ങനെ മുഖം താഴ്ത്തി നിന്നോണം. നീ എൻ്റെ കയ്യിലിരിക്കുന്നത് വാങ്ങിച്ചു കൂട്ടാൻ നിൽക്കരുത്. പറയുന്നത് മര്യാദയ്ക്ക് അങ്ങോട്ട് അനുസരിച്ചോണം, കേട്ടല്ലോ? മല്ലി അനുസരണയോടെ തലയാട്ടി. എന്നിട്ട് പുറത്തേക്ക് നോക്കി ആരെങ്കിലും കേട്ടോ എന്ന്. അങ്ങോട്ട് നോക്കണ്ട, ഇതിനകത്ത് സംസാരിക്കുന്നത് പുറത്ത് കേൾക്കാൻ പറ്റത്തില്ല. പിന്നെ പെട്ടെന്ന് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പഠിച്ചെടുത്തോണം. കൃത്യം 9:30 തന്നെ ഇവിടെ എത്തണം. പിന്നെ എല്ലാവരോടും നല്ല സ്നേഹത്തോടെ തന്നെ പെരുമാറണം എന്നു പറഞ്ഞ് ഇതുപോലെ പാവം പോലെ ഇരുന്നാൽ അവർ തലയിൽ കയറി നിറങ്ങും എന്ന് മറക്കണ്ട, കേട്ടല്ലോ? അങ്ങനെ കുറേ കാര്യങ്ങൾ അവൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കി. പിന്നെ മല്ലയും തുളസിയും പുറത്തേക്കിറങ്ങി എല്ലാ സ്റ്റാഫിനെയും പരിചയപ്പെട്ടു. കുറച്ചു നേരം അവരുമായിട്ട് സംസാരിച്ച് നല്ലൊരു സൗഹൃദം നേടിയെടുത്തു. ഉച്ചയോടടുപ്പിച്ച് അവർ ഓഫീസിൽ നിന്നിറങ്ങി ഉണ്ണിയുടെ വീട്ടിൽ പോയി കൃഷ്ണയെയും കൂട്ടി അവർ ഷോപ്പിങ്ങും സിനിമ കാണലുമൊക്കെയായി അവർ അന്നത്തെ ദിവസം അടിച്ചു പൊളിച്ചു. വൈകുന്നേരത്തോടെ അവർ വീട്ടിലേക്ക് മടങ്ങി. വരണം മേഡം, ഞാൻ കാത്തിരിക്കുമായിരുന്നു.
കാറിൽ നിന്നിറങ്ങുന്ന ഡോക്ടർ എലൈനെയും അവരുടെ ഭർത്താവിനെയും കണ്ട് അനീഷ് സന്തോഷത്തോടെ അകത്തേക്ക് ക്ഷണിച്ചു. യാത്രയൊക്കെ സുഖമായിരുന്നോ മാഡം? 2 ദിവസമായി വന്നിട്ട് ക്ഷീണമൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങാമെന്ന് കരുതി. എൻ്റെ ഇച്ഛനെ പരിചയപ്പെട്ടില്ല അനീഷേ, ഇത് നന്ദകിഷോർ ഡോക്ടറാണ്. ദുർഗയുടെ കാര്യം കേട്ടത് മുതൽ നാട്ടിൽ വരുമ്പോൾ അവളെ ഇന്ന് കാണണമെന്ന് ഇച്ഛയൻ പറഞ്ഞിരുന്നു. അല്ല മാഡം, ഒരു സംശയം ചോദിച്ചോട്ടെ? അനീഷ് മനസ്സിൽ തോന്നിയ സംശയം തുറന്ന് ചോദിക്കാൻ തന്നെ തീരുമാനിച്ചു. എനിക്ക് മനസ്സിലായി അനീഷ് ചോദിക്കാൻ വന്നത്. സംശയിക്കേണ്ട, ഇച്ഛയൻ ഹിന്ദുവാണ്. ഞങ്ങളുടേത് ഒരു പ്രണയ വിവാഹവും. അല്ല, ആളെവിടെ? കണ്ടില്ലല്ലോ. മേഡം വരുന്ന കാര്യം പറഞ്ഞിട്ടില്ല. അല്ല അനീഷേ, ഇതെന്താടോ കൊട്ടാരമോ? വീടിനകത്തേക്ക് കയറിയതും കിഷോർ അതിശയത്തോടെ ചോദിച്ചു. ഈ കൊട്ടാരത്തിൻ്റെ ഒരേ ഒരു അവകാശിയാണ് ഇച്ഛായ ഇവൻ. അല്ല മേഡം, ഈ വീടിൻ്റെ അവകാശി വേറെയാണ്. എൻ്റെ അച്ഛൻ അവരുടെ കയ്യിലും തട്ടിയെടുത്തതാണ്. ആണോ? എന്നാലും സമ്മതിക്കണം അനീഷേ, ഈ വീട് വയ്ക്കാൻ കോടികൾ മുടക്കി കാണുമല്ലോ അയാൾ. ആളൊരു ബിസിനസ്മാൻ ആയിരുന്നു. ബിസിനസ്സിൽ കുറച്ച് കടം വന്നപ്പോൾ ഈ വീട് വെച്ച് അച്ഛൻ്റെ കയ്യിൽ നിന്നും ലക്ഷങ്ങൾ കടം വാങ്ങി. അവസാനം പണം തിരികെ കൊടുക്കാൻ കഴിയാതെ വന്നപ്പോൾ ഗതിയില്ലാതെ ആ പാവം മനുഷ്യൻ ഒരു മുഴം കയറിൽ ജീവൻ ഒടുക്കേണ്ടി വന്നു. അല്ല, ആരാ മോനെ ഇവർ? ശബ്ദം കേട്ട് പുറത്തേക്ക് വന്ന ഗീത അപരിചിതരെ കണ്ട് സംശയത്തോടെ ചോദിച്ചു. മല്ലിയെ നോക്കിയ ഡോക്ടറാണ് ഗീതമേ. ആണോ? ഗീത അവിടെ നേരെ കൈകൂപ്പി നിന്നു. മേഡം, ഞാൻ പറഞ്ഞില്ലേ ഈ കൊട്ടാരത്തിൻ്റെ അവകാശിയെക്കുറിച്ച്. ഇത് എൻ്റെ ഗീതമ്മയാണ്. അവൻ ഗീത ചേർത്ത് നിർത്തി പറഞ്ഞു. അമ്മയ്ക്ക് ഒരു മകളും കൂടിയുണ്ട്. അമ്മേ, മല്ലി എവിടെ? 2 പേരും അടുക്കളയിൽ എന്തോ വലിയ പരീക്ഷണത്തിലാണ്. ആഹാ, അപ്പോൾ നിങ്ങൾ സംസാരിച്ചിരിക്കിച്ചായ, ഞാൻ പോയി അവളെയും കൂട്ടി വരാം. ഏലയിന് ഒരു ചീരിയോടെ പറഞ്ഞ് ഗീതയുടെ കൂടെ അടുക്കളയിലേക്ക് പോയി. മല്ലിയും തുളസിയും യൂട്യൂബിൽ കണ്ടൊരു പാചക പരീക്ഷണത്തിലായിരുന്നു. മല്ലിക്ക് കുറച്ചൊക്കെ പാചകം ചെയ്യാൻ അറിയാം. എന്നാൽ തുളസിക്ക് ഒട്ടും അറിയില്ലെന്ന് അവളുടെ നിൽപ്പ് കണ്ടാൽ തന്നെ അറിയാം. തുളസിയുടെ ഡ്രസ്സ് മുഴുവനും മൈദപ്പൊടിയാണ്. ഇടയ്ക്ക് മല്ലിയോട് സ്നേഹം കൂടുമ്പോൾ അവളുടെ മുഖത്തേക്ക് കുറച്ച് മൈദ തേക്കാനും തുളസി മറന്നില്ല. അടുക്കളയിലേക്ക് ചെന്ന ഗീതയും എലൈനും അവിടെ നിൽപ്പും അടുക്കളയും കണ്ട ഒരു നിമിഷം അന്തം വിട്ട് നിന്നുപോയി. അതൊരു യുദ്ധക്കളം പോലെ അവർക്ക് തോന്നി. മുഖത്ത് അവിടെ ഇവിടെ മൈദപ്പൊടിയും ഒരു കയ്യിൽ ചപ്പാത്തി കോലുമായി നിൽക്കുന്ന മല്ലിയെ കണ്ടതും എലൈൻ പൊട്ടിച്ചിരിച്ചു പോയി. ഇതിപ്പോൾ എവിടുന്നാ ഇങ്ങനെയൊരു ചിരിയെന്ന് ആലോചിച്ച് തിരിഞ്ഞു നോക്കിയ 2 പേരും ഒന്ന് ഞെട്ടിപ്പോയി. ഡോക്ടറമ്മ. മല്ലി ചപ്പാത്തിക്കോല് താഴെ വെച്ച് ഓടിപ്പോയി അവരെ കെട്ടിപ്പിടിച്ചു. ഇതിപ്പോൾ എന്താ? തുളസി ഒന്നും മനസ്സിലാവാതെ അവരെ തന്നെ നോക്കി നിന്നു. ഡോക്ടറമ്മ എപ്പോഴാ വന്നേ? വരുന്ന കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ. ഞാൻ നിന്റെ കെട്ടിയവനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഓ, അപ്പോൾ അതാണ് എന്നെ കാണാൻ ഒരാൾ വരുമെന്ന് പറഞ്ഞത് അല്ലേ? അന്ന് കണ്ട തുറക്കിയല്ലോ ഇത്. ആളാകെ മാറി, കുഞ്ഞു കുട്ടികളെ പോലെ. എലൈൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ഇത് അവളുടെ പണിയാ ഡോക്ടറമ്മേ. മല്ലി തുളസിയെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ഓ, കണ്ടോ അമ്മേ, ചേച്ചിയുടെ ബന്ധുക്കളെ കണ്ടപ്പോൾ എന്നെ ഒറ്റിയത്. എനിക്കിത് തന്നെ വേണം. തുളസി കള്ളക്കരച്ചിലോടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു. നീ ഇങ്ങി വന്നേ. ഡോക്ടർ അവളെ അടുത്തേക്ക് വിളിച്ചു. തുളസി മടിയോടെ അവർക്കടുത്തേക്ക് ചെന്നു. നീ ആൾ കൊള്ളാലോ കാന്താരി. അവർ അവളെയും ചേർത്ത് നിർത്തി പറഞ്ഞു. എനിക്കൊരു മകനുണ്ടായിരുന്നുവെങ്കിൽ നിന്നെ ഞാൻ കൊണ്ടുപോയേനെ. എൻ്റെ ഡോക്ടറമ്മേ, ആള് ബുക്കിംഗ് ആണ്. പാവം എൻ്റെ ഉണ്ണിയേട്ടനെ വല വീശി പിടിച്ചിരിക്കുക ഇവള്. ആണോ? അവർ തുളസിയുടെ നേർക്ക് തിരിഞ്ഞു. വല വീശി പിടിച്ചൊന്നുമല്ല. പോ, നിന്നെ കാണാൻ ഒരാൾ കൂടി വന്നിട്ടുണ്ട്. ആരാ ഡോക്ടറമ്മേ? ഓ, എൻ്റെ പൊന്നുകുട്ടി, നീ ആ ഡോക്ടർ എന്ന് വിളിയങ്ങ് മാറ്റി എന്നിട്ട് അമ്മ എന്ന് വിളിക്ക്. അവർ വാത്സല്യത്തോടെ അവളുടെ നെറുകയിൽ തലോടി പറഞ്ഞു. എന്നാ വാ ഇച്ചായ, ഇതാണ് ഞാൻ പറഞ്ഞ കക്ഷി. അവർ മല്ലിയെ ചേർത്ത് നിർത്തി നന്ദകിഷോറിനെ നോക്കി പറഞ്ഞു. അയാൾ ഒരു നിമിഷം 2 പേരെയും മാറി മാറി നോക്കി. ആര് കണ്ടാലും അമ്മയും മകളും വന്നേ പറയൂ. അത്രയ്ക്കും രൂപസാദൃശ്യം. അറിയാതെ അയാളുടെ മനസ്സിലേക്ക് ഒരു വാത്സല്യം വന്ന് നിറഞ്ഞു. അയാൾ മല്ലിയുടെ അടുത്തേക്ക് ചെന്ന്, നിന്നെ കണ്ടിട്ട് അന്ന് വീട്ടിൽ വന്നത് മുതൽ നിന്റെ കാര്യം മാത്രമേ ഇയാൾക്ക് പറയാൻ നേരമുള്ളൂ കുട്ടി. നന്ദകിഷോർ എലൈനെയും മല്ലിയെയും നോക്കി പറഞ്ഞു. ഇതുവരെയും ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായില്ല. അതിനുള്ള ഭാഗ്യം ദൈവം തന്നില്ല. നിന്നെ കാണുമ്പോൾ ഞങ്ങൾക്ക് ജനിക്കാതെ പോയ മകളായി തോന്നുക. അതിനെന്താ സാർ, ഇവളെ നിങ്ങൾ മകളായി തന്നെ കണ്ടു. അനീഷ് ഒരു തമാശയായി പറഞ്ഞു. ഇവളെ എൻ്റെ മകൾ തന്നെയാണ്. അവർ അവളെ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തി പറഞ്ഞു. പെട്ടെന്ന് അവരുടെ കണ്ണുകൾ ചുമരിലേക്ക് നീണ്ടു. കുഞ്ഞുമല്ലിയെ ചേർത്ത് നിർത്തി നിൽക്കുന്ന വാസുദേവൻ്റെ ഫോട്ടോ കണ്ടതും എലൈൻ അടുത്തേക്ക് ചെന്നു. ഇത്? അവർ ഫോട്ടോ ചൂണ്ടി ചോദിച്ചു. അത് മല്ലിയുടെ അച്ഛനാണ്, വാസുദേവൻ. അനീഷ് അതിനുള്ള മറുപടി പറഞ്ഞു. അത് കേട്ടതും അവർ ശരിക്കും ഞെട്ടിപ്പോയി. ഇത് മല്ലിയുടെ അച്ഛനാണ് വാസുദേവൻ. എന്താ അനീഷ പറഞ്ഞേ? ഇത് മോളുടെ അച്ഛനാണെന്നോ? അവർ അതിശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അതെ മേഡം.
അവനും ആകാംക്ഷയോടെ അവരുടെ മുഖത്തേക്ക് നോക്കി. മോളിലെ അച്ഛൻ ഇപ്പോൾ എവിടെയുള്ളത്? അവർ മല്ലിയുടെ നേരെ തിരിഞ്ഞു ചോദിച്ചു. അച്ഛൻ മരിച്ചു ഡോക്ടറമ്മേ. ആ വാർത്ത കേട്ടതും അവരൊന്ന് ഞെട്ടിപ്പോയി. അവർ തളർച്ചയുടെ ചെയറിലേക്ക് ഇരുന്നു. എന്ത് പറ്റിയടോ? ഡോ, തനിക്ക് എന്താ പറ്റിയത്? തളർച്ചയുടെ ചെയറിലിരിക്കുന്ന എലൈൻ്റെ അടുത്തേക്ക് ചെന്ന് നന്ദൻ ചോദിച്ചു. ഇച്ചായ, ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു വാസുദേവനെ പറ്റി? പണ്ട് എൻ്റെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന ആളാണിത്. അവർ ആ ഫോട്ടോയിലേക്ക് ചൂണ്ടി പറഞ്ഞു. നമ്മൾ ഒരുപാട് തേടി അറിഞ്ഞതല്ലേ, എന്നിട്ടും കണ്ടെത്താതെ പോയില്ലേ? ഇപ്പോൾ കണ്ടുകിട്ടിപ്പോൾ ഈ ലോകത്ത് നിന്ന് തന്നെ പോയി കളഞ്ഞില്ലേ? അവർ തളർച്ചയോടെ പറഞ്ഞു. എല്ലാവരും ഒന്നും മനസ്സിലാകാതെ അവർ തന്നെ നോക്കി. മേഡം, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ പറയാം മനീഷേ. നന്ദൻ അവൻ്റെ അടുത്തേക്ക് ചെന്നു. MBBS അവസാന വർഷം പഠിക്കുമ്പോഴാണ് ഞാനും ഇയാളും തമ്മിൽ പ്രണയത്തിലാകുന്നത്. അതിർവരമ്പുകൾ ഇല്ലാത്തൊരു പ്രണയമായിരുന്നു ഞങ്ങളുടേത്. എന്നാൽ ഞാൻ ഹിന്ദുവായതിൻ്റെ പേരിൽ ഇയാളുടെ വീട്ടുകാർ എതിർത്തു. ഇവളെ അവർ വീട്ടുതടങ്കിലാക്കി. പക്ഷെ അവർ പ്രതീക്ഷിക്കുന്നതിനപ്പുറം ഞങ്ങളുടെ പ്രണയം ഇയാളുടെ വയറ്റിൽ വളരുന്നുണ്ടെന്ന വിവരം വളരെ വൈകിയാണ് അറിഞ്ഞത്. പിന്നെ അവർക്ക് ഒറ്റ വഴിയുണ്ടായിരുന്നുള്ളൂ, പ്രസവിച്ച ശേഷം കുഞ്ഞിനെ ഉപേക്ഷിക്കുക. അതവർ ചെയ്യുകയും ചെയ്തു. മയക്കം വീട്ടുണ്ടായിരുന്ന ഇയാളോട് കുഞ്ഞ് മരിച്ചു പോയെന്ന് കള്ളം പറഞ്ഞു. ഇയാൾക്ക് മറ്റൊരു വിവാഹം ഉറപ്പിച്ചപ്പോൾ ഇയാൾ ആരും അറിയാതെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോന്നു. കുറച്ചുനാൾ വലിയ ബഹളമൊക്കെ ആയിരുന്നു. പിന്നീട് പതിയെ എല്ലാം കെട്ടടങ്ങി. എന്നാൽ ദൈവം ചതിച്ചത് ഞങ്ങളെ മറ്റൊരു രൂപത്തിലായിരുന്നു. അതിനുശേഷം ഞങ്ങൾക്കൊരു കുഞ്ഞിക്കാൽ കാണാനുള്ള ഭാഗ്യം കിട്ടിയില്ല. ആ വിഷമം കണ്ടാണ് ഇവളുടെ വീട്ടുകാർ സത്യം ഞങ്ങളെ അറിയിച്ചത്. ഇവൾ ജനിച്ച പെൺകുഞ്ഞായിരുന്നെന്നും ആ കുഞ്ഞിനെ വാസുദേവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചുവെന്നും ഞങ്ങൾ ഒരുപാട് അലഞ്ഞു അയാളെ കണ്ടുപിടിക്കാൻ. പക്ഷെ കഴിഞ്ഞില്ല. ഇപ്പോഴും പോകുന്നിടത്തെല്ലാം അന്ന് അന്വേഷിക്കാറുണ്ട്. ഇനി ഞങ്ങൾ എങ്ങനെ അനീഷേ എൻ്റെ കുട്ടിയെ കണ്ടുപിടിക്കുന്നേ? അയാൾ തളർച്ചയുടെ അനീഷിൻ്റെ മുഖത്തേക്ക് നോക്കി. അത് കേട്ട ഒരു നിമിഷം അവൻ പോലും ഞെട്ടി നിൽക്കുകയായിരുന്നു. അവൻ തളർച്ചയോടെ നിൽക്കുന്ന മല്ലിയുടെ അടുത്തേക്ക് ചെന്നു. മോളെ, അവൻ വിളിച്ചതും ഒരു പൊട്ടിക്കരച്ചിലൂടെ അവൻ്റെ നെഞ്ചിലേക്ക് അവൾ വീണു. ഏട്ടാ, ഞാനാണോ ഇവരുടെ? അതെ, ഇത് നിന്റെ അച്ഛനും അമ്മയുമാണ്. അത് കേട്ടതും എലൈനും നന്ദനും ഷോക്കേറ്റതുപോലെയായി. അനീഷേ, നീ എന്താടാ പറഞ്ഞത്? ഇത് ഞങ്ങളുടെ മകളാണെന്നോ? അതെ സാർ, മേഡത്തിൻ്റെ വീട്ടുകാർ വാസുദേവൻ്റെ കയ്യിൽ ഏൽപ്പിച്ച നിങ്ങളുടെ മകളാണിവൾ. ഇവൾ അവിടെ സ്വന്തം മകളില്ലെന്നും ഇപ്പോഴാണ് ഞങ്ങളും അറിയുന്നത്. മോളെ, അയാൾ വിളിച്ചതും അവൾ അനീഷിൻ്റെ മുഖത്തേക്ക് നോക്കി. ചെല്, നിന്റെ അച്ഛനാ. അവൾ നന്ദനടുത്തേക്ക് ചെന്നു. എൻ്റെ കുട്ടി, നിന്നെ എവിടേക്കെന്ന് അന്വേഷിച്ചെന്നറിയോ? ഈ അച്ഛനോടും അമ്മയോടും പിണങ്ങരുതേ മോളെ. അച്ഛാ. അവൾ അയാളുടെ നെഞ്ചിലേക്ക് വീണു. അയാൾ അവളെ ചേർത്ത് പിടിച്ച് നെറുകയിൽ ഒരു മുത്തം നൽകി. ചെല്, നീ നിന്റെ അമ്മയുടെ അടുത്തേക്ക് ചെല്. അയാൾ തളർച്ചയോടെ ഇരിക്കുന്ന എലൈനെ നോക്കി അവളോട് പറഞ്ഞു. ഡോ, താൻ കേട്ടില്ലേ? ഇതാണ് തൻ്റെ മകളെന്ന്. താൻ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ ഇവിടെ മകളായി കിട്ടിയിരുന്നുവെങ്കിലെന്ന്. തൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടിടൂ. മകളായല്ല, നമ്മുടെ മകൾ തന്നെ ഇവളെന്ന്. മല്ലി അവിടെ അടുത്തേക്ക് ചെന്നു. അമ്മേ. ആ വിളി അവിടെ ഹൃദയത്തിനുള്ളിൽ ചെന്ന് തറച്ചു. ഇവളെ കാണുമ്പോഴൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും ഒരു മാതൃവാത്സല്യം തോന്നിയിരുന്നു. എപ്പോഴൊക്കെയോ മനസ്സിൽ എവിടേക്കോ തോന്നിയിരുന്നു ഇവളെൻ്റെ മകളാണെന്ന്. ഇപ്പോൾ അത് സത്യമായിരിക്കുന്നു. അവർ കണ്ണുനീരുടെ മുഖമുയർത്തി നോക്കി. പിന്നെ അവളെ നെഞ്ചോട് വാരിപ്പുണർന്നു. മോളെ. അത് കണ്ട അനീഷ് അവരെ അവരുടെ ലോകത്തേക്ക് വിട്ടിട്ട് അവൻ പുറത്തേക്കിറങ്ങി. ഗീതയും തുളസിയും അടുക്കളയിലേക്കും. പുറത്ത് വണ്ടിയിൽ ചാരി ഒരു നിമിഷം അവൻ ആ വലിയ വീട്ടിലേക്ക് നോക്കി. എൻ്റെ നിയോഗം കഴിഞ്ഞിരിക്കുന്നു. ഇനി ഈ വീട്ടിൽ നിന്നും എൻ്റെ മടക്കമാണ്. അകത്ത് സ്വന്തം രക്തത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തതായിപ്പോയി. ഇനി അവർ അവളെ എനിക്ക് തരുമോ? ഒരു പക്ഷേ അവളെ കിട്ടിയില്ലെങ്കിൽ എൻ്റെ ജീവിതത്തിന് പിന്നെ എന്തർത്ഥമാവുള്ളത്? ഞാൻ ഈ ലോകത്തു നിന്നും തന്നെ പോകേണ്ടി വരും. പെട്ടെന്ന് തോളിലേക്ക് സ്പർശം പറഞ്ഞ് നിറക്കണ്ണുകളോടെ അവന് തിരിഞ്ഞു നോക്കി. നിന്നോട് ഞാൻ എങ്ങനെ നന്ദി പറയുമെന്ന് അറിയില്ലടോ. ഏയ്, എന്താ സാർ ഇത്? അവൾ നിങ്ങളുടെ മകളല്ലേ? എന്നെങ്കിലും ഒരിക്കൽ നിങ്ങളത് തിരിച്ചറിയുക തന്നെ ചെയ്യുമായിരുന്നു. മനസ്സ് നിറഞ്ഞിട്ട് പറയാൻ വാക്കുകളൊന്നും തന്നെ കിട്ടുന്നില്ല. ഞങ്ങളവളെ കൊണ്ടുപോയിക്കോട്ടെ? അയാൾ അവൻ്റെ രണ്ട് കൈയും കൂട്ടിപ്പിടിച്ച് ചോദിച്ചു. അത് അവൻ പ്രതീക്ഷിക്കുന്നതാണെങ്കിലും പെട്ടെന്ന് കേട്ടപ്പോൾ അവൻ ഞെട്ടിപ്പോയി. നിങ്ങളുടെ മകളല്ലേ സാർ, അതിന് എൻ്റെ അനുവാദം വേണോ? എപ്പോൾ വേണോ നിങ്ങൾക്ക് അവളെ കൊണ്ടുപോകാം? അവൻ മനസ്സോടെ പറഞ്ഞു. അവൻ്റെ അനുവാദം കിട്ടിയതും അയാൾ സന്തോഷത്തോടെ അകത്തേക്ക് പോയി. പിന്നെ കാര്യങ്ങളൊക്കെ വളരെ വേഗത്തിൽ തന്നെ നടന്നു. ഉച്ചയൂണിന് ശേഷം അവർ മല്ലിയും കൊണ്ട് തിരികെ പോകാൻ തീരുമാനിച്ചു. തുളസിയും ഗീതയും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ തന്നെയായിരുന്നു. സ്വന്തം അച്ഛനെയും അമ്മയും കിട്ടിയ സന്തോഷത്തിൽ നിൽക്കുന്ന മല്ലിയോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അവർക്കറിയാം.
ഇനി എന്തൊക്കെ പറഞ്ഞാലും അവർ മകളെ കൊണ്ടുപോകുമെന്നും അവർക്കറിയാം. എലൈൻ ഒരിക്കലും അനീഷിനോട് സംസാരിക്കാൻ ശ്രമിച്ചില്ല. അവർക്കറിയാം അവൻ വേണ്ടെന്ന് പറഞ്ഞാൽ മല്ലിയെ കൊണ്ടുപോകാൻ പറ്റില്ലെന്ന്. മല്ലി ഗീതയോടും തുളസിയോടും യാത്ര പറഞ്ഞു. ചേച്ചി പോകുവാണോ? അപ്പോൾ ഏട്ടനോ? തുളസിക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അറിയില്ല മോളെ, അവർ വിളിച്ചാൽ ഞാൻ എങ്ങനെയാ പോകാതിരിക്കുന്നത്? ഇനി അച്ഛനും അമ്മയും തീരുമാനിക്കട്ടെ. എന്തോ പറയാനായി വായ തുറന്നതും അനീഷ് തുളസിയെ കടിപ്പിച്ചു നോക്കി. അതോടെ തുളസി വാ അടച്ചു. അമ്മേ, ഞാൻ പോട്ടെ. അവൾ ഗീതമ്മയെ കെട്ടിപ്പിടിച്ചു. പോയിട്ട് വരാമെന്ന് പറ കുട്ടി. അവൾ തലയാട്ടി നേരെ അനീഷിൻ്റെ അടുത്തേക്ക് ചെന്നു. സന്തോഷമായില്ലേ? നിന്റെ അച്ഛനെയും അമ്മയും കിട്ടിയില്ലേ? സന്തോഷത്തോടെ പൊക്കോ. ഇനി അവരാണ് നിന്റെ ലോകം. അവൾ യാന്ത്രികമായി എന്നോണം തലയാട്ടി. പക്ഷെ അവൻ്റെ വായിൽ നിന്നും ഇങ്ങനൊരു വാക്കായിരുന്നില്ല അവൾ പ്രതീക്ഷിച്ചത്. അവർ അവളെ കൊണ്ട് യാത്ര പറഞ്ഞ് കാറിലേക്ക് കയറി. മല്ലി ഒരിക്കൽ കൂടി ഒരു പിൻവിളിക്കായി അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇല്ല, ഏട്ടൻ എന്നെ തള്ളിക്കളയുവാണോ? അവളുടെ നെഞ്ചി വിങ്ങിപ്പൊട്ടി. കാർ കണ്ണിൽ നിന്നും മറിയുന്നത് വരെ എല്ലാവരും നോക്കി നിന്നു. അവരും ശരീരത്തിൽ നിന്നും ഹൃദയം പറഞ്ഞു പോകുന്ന വേദനയോടെ നോക്കി നിന്നു.